എല്ലാ പേരൻസും വരുമ്പോൾ മക്കളെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് പറയാറുണ്ട്. അതുപോലെ ജാസ്മിന്റെ അമ്മയും അച്ഛനും ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്നു. പണ്ട് തൊട്ട് ഈ സ്വഭാവമാണെന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ആരോടും ഒരു മര്യാദയില്ല, അതാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് പഠിപ്പിച്ചു കൊടുത്തത് തന്നെ ജാസ്മിന്റെ അച്ഛൻ തന്നെയാണ്. എന്തായാലും ജിൻഡോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ജാസ്മിൻ ഏത് മേഖലയിലേക്ക് വളരണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നു. ശരിക്കും ജിൻഡോയോടുള്ള വിദ്വേഷവും ദേഷ്യവും മുഴുവൻ അയാൾ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. മുഖത്തടിച്ചതുപോലെ ജാഫർ പറയുന്നത് ഇങ്ങനെയാണ്: അത് പുറത്തിറങ്ങിക്കഴിഞ്ഞുള്ള കാര്യമല്ലേ, പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് ജാഫർ പറഞ്ഞത്. ഇത് പറഞ്ഞ ഉടൻ എല്ലാവരും ഷോക്കായിരിക്കുന്നു. എന്നാൽ റസ്മിൻ മാത്രം കൈയടിക്കുന്നു. നല്ല അടിപൊളി ആൻസർ അല്ലേ, കൈയടിക്കെന്ന് പറയുന്നു. ഒറ്റൊരാൾ പോലും കൈയടിക്കുന്നില്ല, റസ്മിൻ മാത്രം കൈയടിക്കുന്നു. ജാസ്മിന്റെ ഉമ്മയും വാപ്പയും വീട്ടിന്റെ അകത്ത് വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ജിൻഡോയെ അവർ മൈൻഡ് ചെയ്യുന്നേയില്ല. ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ട് ഉള്ളത് അവർക്ക് നല്ല അസൂയുണ്ട്. അവരുടെ മുഖവും പെരുമാറ്റവും കണ്ടാൽ അറിയാം. ജിൻഡോയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ സംസാരിച്ചു. എന്നാൽ ജിൻഡോ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ തന്നെയാണ് പോകുന്നത്. എന്തായാലും ജാസ്മിൻ കാണിക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവങ്ങൾ വേറെ എവിടുന്നുമല്ല ജാസ്മിന് കിട്ടിയത്, ജാസ്മിന്റെ വാപ്പയിൽ നിന്ന് തന്നെയാണ്. മക്കളാണെങ്കിലും ആരാണെങ്കിലും തെറ്റെന്ന് തന്നെ പറയണം. എന്നാൽ ജാസ്മിൻ ആ വീട്ടില് ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി തെറി വിളിച്ചിട്ടുള്ളതൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ജാഫർ അവിടെ ഇരുന്ന് പറയുന്നത്.